വേലുത്തമ്പിയെ പരമപുച്ഛമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക്. വേലുത്തമ്പി സവർണാണെന്നും വേലുത്തമ്പി ഈഴവർക്കെതിരെ ദളവാക്കുളം വൈക്കത്ത് ഒരു കഥയാണ്, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഈ ദളവാക്കുളം എന്ന അവിടെ എന്താ ചെയ്തത്? വേലുത്തമ്പി ഈഴവരെ മുഴുവൻ അവർ ജാതിയിൽ താഴ്ന്നവരായതുകൊണ്ട് കഴുത്ത് മുറിച്ച് കുളത്തിൽ തള്ളി. അതാണത്രേ ദളവാക്കുളം. അപ്പോൾ അവിടെ നാട്ടുചരിത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു മനുഷ്യനോട് ഞാൻ പോയി കണ്ട് ചോദിച്ചു എന്താ സംഭവം. അവിടെ സത്യത്തിൽ വേലുത്തമ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമേ ഇല്ല. അങ്ങനെ ഇന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുന്ന ആ പ്രദേശമാണ്. അത് ക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്നു. അത് ദളവ കുത്തിയ കുളമാണ്. ദളവയുടെ കാലത്ത് ഉണ്ടായ ഭരണപരിഷ്കാരത്തിൽ ഉണ്ടായ ഒരു കുളമാണ്. അവിടെ ജാതി വഴക്ക് ഉണ്ടായിട്ടുണ്ട്. ജാതി വഴക്കുണ്ടായ സമയത്ത് ഈഴവ സമുദായം ഓടിപ്പോകുന്ന സമയത്ത് കുറെ പേര് ഈ കുളത്തിൽ വീണു. ഇതാണ് സംഭവം. അങ്ങനെ ഒരു സംഭവം പണ്ടുണ്ടായിട്ടുണ്ട്. അല്ലാതെ അവിടെ ആരെയും കൊന്നു കുഴിച്ചു. പക്ഷെ ഇതിനെ കഥയാക്കി ഞാൻ ഈ പറഞ്ഞ പോലെ ചേർത്തലയിലെ ആലപ്പുഴയിൽ എവിടെയോ ഈ മുലച്ചിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്മാരകം ഇവരുണ്ടാക്കിയിട്ടുണ്ട്. മുലക്കരം കൊടുക്കാത്തതുകൊണ്ട് മുല ഛേദിച്ച് കളഞ്ഞു അത്രേ. ഈ ജാതി സ്പർദ്ധയും ഒക്കെ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി ഇത്തരം കഥകൾ അങ്ങനെ പടക്കുകയാണ്. അതിലൊന്നാണ് ഈ ദളവാക്കുളം. ഈഴവ സമുദായത്തിന്റെ മനസ്സിൽ ഇപ്പോഴും വേലുത്തമ്പിയോട് പകയുണ്ടാകാൻ വേണ്ടി. വേലുത്തമ്പി നമുക്കറിയാം ആരാ? ഈ നാടിന് വേണ്ടി ജീവൻ കൊടുത്ത വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരമൊക്കെ ഇവരൊന്ന് വായിച്ചു നോക്കണം, എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം പഴശ്ശിരാജായ ഇവർക്ക് പുച്ഛമായിരുന്നു, വേലുത്തമ്പിയെ പുച്ഛമായിരുന്നു. ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനാണ് ഈ പാട്ടിൽ ശ്രമിക്കുന്നത്.